അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹിതങ്ങളായ നമ്മുടെ സുഹൃത്തുക്കളെ, മതത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴി പറഞ്ഞു തരുന്ന വഹാബിസത്തെയും കമ്മ്യൂണിസത്തെയും കുറിച്ച് അല്പകാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ആണ് ഞാൻ ഇന്നിവിടെ എഴുതിയിരിക്കുന്നത്. നാളെ തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ഏതൊരു രാഷ്ട്രം എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയെല്ലാം ഇസ്ലാമിന്റെ പ്രഭാവം ഇന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പല മാർഗങ്ങളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാധാന്യം വഹിക്കുന്ന ചേരികളുണ്ട്, എന്നാൽ ഇടക്കൊക്കെ വന്നു പോകുന്ന ചേരികളുമുണ്ട്. ഇസ്ലാമിനെ തകർക്കുക എന്നത് തന്നെ ഈ തരം താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഹാബിസത്തെയും കമ്മ്യൂണിസത്തെയും എടുത്തു നോക്കുമ്പോൾ അവ രണ്ടും പ്രധാന ചേരികളാണ്. രണ്ടും രണ്ട് നിലക്കാണ് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വഹാബിസമാവട്ടെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം നാമധാരികളായിക്കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്നാൽ കമ്മ്യൂണിസ്റ്റുകളാകട്ടെ അവർ പുറത്തു നിന്നുകൊണ്ട് നിരീശ്വരവാദം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം എന്ന ഒന്ന് തന്നെ ഇല്ല, മനുഷ്യൻ എന്ന ഒറ്റ, മനുഷ്യൻ എന്നാൽ ഒന്നാണ്, അതുപോലെ തന്നെ ഈ ലോകം ഒന്നാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തനിക്ക് തോന്നുന്ന എന്താണോ അഥവാ ഒരു ലിബറൽ ചിന്താഗതിയുടെ ഉപജ്ഞാതാക്കളായിക്കൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. വഹാബിസത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉറവിടം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം മാരകമാണ്. കാരണം അതിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആരായിരുന്നു അബ്ദുൽ വഹാബ്? നജ്റാനിൽ ജനിച്ചുകൊണ്ട് ഇസ്ലാമിക മതപരമായ പഠനത്തിനു വേണ്ടി ഈ അറേബ്യയിലെ പല പള്ളി ദിവസങ്ങളിലൂടെയും കറങ്ങി തിരിഞ്ഞുകൊണ്ട് അവിടെ നിന്നെല്ലാം കൊഴിഞ്ഞു പോന്നു. അവിടെ ഒന്നും എൽമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം സൗദി അറേബ്യയിൽ തന്നെ എൽമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സൗദി അറേബ്യ വിട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ട് സയനിസ്റ്റുകളുടെ കൈകളിൽപ്പെട്ട് അവരുടെ കെണിവലയത്തിൽപ്പെട്ടുകൊണ്ട് അവരുടെ ആശയങ്ങളെ സൗദി അറേബ്യയിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവരുടെ വിഷങ്ങളെ അവർ സൗദിയിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ചാലകം എന്നോണം അദ്ദേഹത്തെ പറയാം. അയാൾ അങ്ങനെ സൗദിയിലേക്ക് അവരുടെ ആശയങ്ങളെല്ലാം അഥവാ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ഇസ്ലാമിന്റെ ആചാരങ്ങളെ തന്നെ നിഷേധിക്കുന്ന, ഇസ്ലാമിന്റെ അടിസ്ഥാന അടിത്തറകൾ തന്നെ ഇളക്കി പുറപ്പെടുവിക്കുന്ന പല ആശയങ്ങളും ജനങ്ങൾക്കിടയിൽ മനസ്സുകളെ പിടിച്ചു കൊടുക്കുന്ന പല ആശയങ്ങളും സൗദിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ 40-ാം വയസ്സിൽ തന്റെ പിതാവിന്റെ ജോലിയായിരുന്ന അഥവാ സൗദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആലു സൗദിലെ ഒരു ഉദ്യോഗസ്ഥനായ തന്റെ പിതാവിന്റെ ജോലി അത് തനിക്ക് കിട്ടുകയും അങ്ങനെ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആലു സൗദിലെ ഭരണാധികാരികളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സൗദി അറേബ്യയിൽ ഒട്ടാകെ പരത്തുകയുണ്ടായി. കാരണം ഞാനിത് പറയാൻ കാരണം എന്നാൽ അതിനെ ചരിത്രത്താളുകളിൽ പരിശോധിച്ചാൽ കാണാം എത്രത്തോളമാണ് രക്തച്ചൊരിച്ചിലുകൾ നടന്നത്. താബിഈങ്ങളുടെ പിൻതലമുറക്കാരായ പല ഉലമാക്കളെയും അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ സൗദിയിൽ മക്ക പ്രദേശത്ത് തന്നെ ഒരു രക്തച്ചൊരിച്ചിലിന് കാരണമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ സൗദിയിൽ ആദ്യം തബൂക്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായ ആളുകൾ ശുഹദാക്കളുടെ മഖാമുകളെ അദ്ദേഹം പൊളിച്ചു നിരത്തുകയും പിന്നീട് മഖ്ബറകളിൽ ശിർക്ക് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനേറെ മദീന പള്ളിയുടെ പരിസരത്തും അതുപോലെ തന്നെ അവിടെ മദീന മുനവ്വറയിലെ ആ നിരത്തങ്ങളുടെ കുബ്ബ അത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തുകയും അങ്ങനെ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തതായ ആളുകളെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തുകൊണ്ട് സൗദിയിൽ ഒരു നിയമം പാസാക്കുകയാണ് ചെയ്തത്. ഇനി സൗദിയിൽ ആരും ഖബറുകൾക്ക് സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നെല്ലാം നിയമം കൊണ്ടുവന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അത് രഹസ്യമായി നടക്കുന്നുവെങ്കിലും അത് ശക്തമായി എതിർത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പിന്തലമുറക്കാരാണ് ഇന്ന് കേരളക്കരയിലടക്കം മറ്റെല്ലാ രാജ്യങ്ങളിലും ഒരു വിഷബീജം പരത്തിക്കൊണ്ട് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഹാബിസത്തിന്റെ ആ ഉപജ്ഞാതാക്കൾ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് കേരളക്കരയിലാവട്ടെ ലോകത്തിന്റെ ഏത് നാനാഭാഗത്തായാലും ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങളെ തകർക്കുക എന്ന ആശയത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് അവർ. അതുപോലെ തന്നെ ആരായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഉപജ്ഞാതാവ്? 1848 പുറത്തിറങ്ങിയ
കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം അഥവാ കാൾ മാർക്സ് രചിച്ച പുസ്തകത്തിൽ അവരുടെ ആശയം പറയുന്നുണ്ട്. മനുഷ്യൻ ഒന്നാണ്, സൊസൈറ്റിയിലുള്ള എല്ലാവരും സൊസൈറ്റിക്കുള്ളതാണ്, അതിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. വസ്തുനിഷ്ഠം എന്നെല്ലാം നമ്മൾ സോഷ്യോളജിയിൽ പഠിച്ച ഒരു സംഭവമുണ്ട്. യാഥാർത്ഥ്യങ്ങളെ മാത്രം നേരിൽ കണ്ടതിനെ മാത്രം വിശ്വസിക്കുക എന്ന ആശയം, ആ ഒരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് അവർ ഇസ്ലാമിനെ അടക്കം ഇസ്ലാമിനെ ഉന്നമിച്ചുകൊണ്ട് കാലങ്ങളോളമായി അവർ പരിശ്രമിക്കുകയുണ്ടായി. അവർ ഇസ്ലാമിനെ എങ്ങനെയെല്ലാം തകർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം പരത്തുന്ന ഈ കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി തന്റെ മാർക്സിസം എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചപ്പോ അതിനെ അംഗീകരിക്കാൻ ജർമ്മനിയിൽ ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നു. ഈ വ്യക്തികളുടെ ഒരു പിന്താങ്ങ് മൂലമാണ് പിന്നീട് കമ്മ്യൂണിസം വളരുകയുണ്ടായത്. അങ്ങനെ ഇസ്ലാമിന്റെ പല മേഖലകളിലെയും പല പട്ടണങ്ങളെയും അവർ പിടിച്ചെടുക്കുകയും അവിടുത്തെ ഉലമാക്കളെല്ലാം വധിച്ചു കളയുകയും അവിടുത്തെ ഗ്രന്ഥശാലകളെല്ലാം നദിയിൽ ഒഴുക്കിക്കളയുകയും കത്തിച്ചു കളയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തികൾ തന്നെയാണ് ഇന്ന് കാലഘട്ടത്തെയും അവരുടെ തലമുറക്കാലത്ത് തന്നെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളമാണ് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകളും വഹാബിസക്കാരാണെങ്കിലും നമുക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വഹാബിസം ഇസ്ലാമിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ പല ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നു. ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഖബർ സിയാറത്തിന്റെ ഹജ്ജിന്റെ വേളയിലെല്ലാം അവർ പലരും ഈ ബലിയിറക്കുന്ന കാര്യത്തിൽ പോലും അവർ ആശയങ്ങളെ തിരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ അടുത്ത് തന്നെ റബീഉൽ അവ്വൽ ആകുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് ശിർക്ക് നടത്തുന്നു, മുസ്ലിങ്ങൾ ശിർക്ക് നടത്തുന്നു, റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു, മരണ ദിവസത്തിന് ദുഃഖാചരണം നടത്തുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. എങ്ങനെ ശരിയാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് വന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതേ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇത്തരം ആശയങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.